യഥാർത്ഥ സംതൃപ്തി എവിടെ? യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 12 മുതൽ 18 വരെ. ചിന്തയ്ക്കായിട്ട് 14-15 വാക്യങ്ങൾ. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. ശുദ്ധമനസ്കനായ ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം. ഒരു ഭക്തനായ അദ്ദേഹം ആരോടെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ഉള്ളിൽ തിങ്ങി നിൽക്കുന്ന അസംതൃപ്തി ചിറപുറഞ്ഞൊഴുകും. എല്ലാറ്റിനെക്കുറിച്ചും അദ്ദേഹത്തിന് പരാതിയേ ഉള്ളൂ. എന്തൊരു കാലം! അദ്ദേഹം പരാതിയുടെ ചുരുളുകൾ ഓരോന്നായി അഴിച്ചു തുടങ്ങും. ഈ മഴയ്ക്ക് ഒരറുതിയില്ലേ? മഴ കിട്ടാഞ്ഞതിനെ ചൊല്ലി പരാതിപ്പെട്ടുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് 4 മഴ അടുപ്പിച്ച് പെയ്താൽ അസഹ്യമാണ്. വേനൽക്കാലമായാൽ കാലം ഒക്കെ മാറി, ഇങ്ങനെയുണ്ടൊരു ചൂട് എന്നാകും അദ്ദേഹം. ഫാനിട്ടപ്പോൾ കറണ്ടില്ല, അതിനും അദ്ദേഹത്തിന് പരാതിയുണ്ട്. ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലിയിലും അഴിമതിയിലും മുഴുകിയിരിക്കുകയാണ്. ഈ നാട് ചൊവ്വുകയില്ല. അഴിമതിക്കും അച്ചടക്കമില്ലായ്മയ്ക്കുമുള്ള സ്വാതന്ത്ര്യമാണല്ലോ നമുക്ക് ലഭിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കും. നേരം വൈകിയാൽ കൊതുകുകടി കൊണ്ട് കിടന്ന് ഉറങ്ങുവാനാകുമോ? അദ്ദേഹം ചോദിക്കും. സാധനങ്ങളുടെ വിലക്കയറ്റത്തെക്കുറിച്ചാണ് മറ്റൊരു പരാതി. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പരാതികളുടെ പട്ടിക നീണ്ടുപോകും. അദ്ദേഹത്തെ പോലെ അസംതൃപ്തമായ ജീവിതം നയിക്കുന്ന അനവധി ആളുകളുണ്ട്. അവരുടെ അസംതൃപ്തി മറ്റുള്ളവരിലേക്ക് പകരപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നില്ല. എന്നാൽ ദൈവമില്ലാതെ ഒരു നന്മയും ലോകത്തിലില്ല എന്ന പരമസത്യം മനസ്സിലാക്കുന്നവർ ദൈവത്തെ മുറുകെ പിടിക്കും. അങ്ങനെയുള്ളവരെ അസംതൃപ്തിയും അരക്ഷിതത്വ ബോധവും കൈയടക്കുകയില്ല. ദൈവത്തെ ജീവിതത്തിൻ്റെ നായകനായും രക്ഷകനായും സ്വീകരിക്കാത്തവർ ധനത്തിലും ലോകസുഖങ്ങളിലും വിജ്ഞാനത്തിലും മറ്റുമാണ് നന്മ കാണുന്നത്. എന്നാൽ സൗരഭ്യം ചൊരിഞ്ഞുകൊണ്ട് വിടർന്നു വരുന്ന പൂവ് വാടിക്കൊഴിയും എന്ന യാഥാർത്ഥ്യം നാം അംഗീകരിച്ചേ മതിയാവൂ. ഭൗതിക നേട്ടങ്ങളിൽ നന്മ കാണുന്നവരെല്ലാം ദൈവനിഷേധികളായിരിക്കണമെന്നില്ല. അറ്റക്കൈക്ക് പ്രയോഗിക്കുവാനുള്ള സ്റ്റെപ്പനി ടയർ പോലെ ദൈവത്തെ കൊണ്ടു നടക്കുന്നവരും ഉണ്ട്. ഏതെങ്കിലും ആപത്ത് നേരിടുമ്പോൾ അവർ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കും. തങ്ങളുടെ ഇംഗിതം പോലെയല്ല സംഭവിക്കുന്നതെങ്കിൽ ദൈവത്തെ വലിച്ചെറിയുവാനും അവർ മടിക്കുകയില്ല. ഒരിക്കൽ ഒരു മധ്യവയസ്കൻ രോഗശയ്യാവലംബിയായി. ആ രോഗത്തിൽ നിന്ന് മോചനം നൽകണേ എന്ന് ഭാര്യ കരഞ്ഞു പ്രാർത്ഥിച്ചു. പക്ഷേ പ്രാർത്ഥിച്ചതുപോലെയോ പ്രതീക്ഷിച്ചതുപോലെയോ അല്ല സംഭവിച്ചത്. അയാൾ അന്തരിക്കുകയാണ് ചെയ്തത്. ഭർതൃവിയോഗം മൂലമുണ്ടായ തീവ്ര ദുഃഖം ആ മധ്യവയസ്കൻ്റെ ഭാര്യയെ ദൈവനിഷേധിയായി മാറ്റി. ആരോ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ദൈവം ദോഷമായി ഒന്നും ചെയ്യുകയില്ലെന്ന് പറഞ്ഞപ്പോൾ, ദൈവം ഇനി എന്നോട് ഒന്നും ചെയ്യുവാനില്ല, ചെയ്തതൊക്കെ മതി എന്ന് സഭ്യമല്ലാത്ത ഭാഷയിൽ മറുപടി പറഞ്ഞു. ദൈവത്തിൽ നന്മ കാണാത്ത ആ സ്ത്രീ അപ്രകാരം പറഞ്ഞതിൽ അത്ഭുതമൊന്നുമില്ല. എന്നാൽ ജീവിതത്തിൻ്റെ നേതാവും കർത്താവുമായി ദൈവത്തെ അംഗീകരിക്കുന്നവർ അവിടുന്നല്ലാതെ മറ്റൊരു നന്മയും എനിക്കില്ല എന്ന എബ്രായ കവി ദാവീദിനെ പോലെ പറയുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് യഥാർത്ഥമായ സംതൃപ്തി ഉണ്ടായിരിക്കും. അന്തരംഗത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന ഒരു മാനസിക അവസ്ഥയാണ് സംതൃപ്തി. അത് പുറത്തുനിന്ന് അകത്തേക്കൊഴുകുന്നതല്ല. ഒരുവൻ ദൈവത്തെ കണ്ടെത്തുന്നത് വരെ യഥാർത്ഥ സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകുന്നതല്ല. അതിനൊരു ദൃഷ്ടാന്തം ലിയനാർഡോ ഗ്രിഫ്റ്റ് എന്ന ഗ്രന്ഥകാരൻ ഉദ്ധരിച്ചിട്ടുള്ളത് ശ്രദ്ധേയമാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും ഇത്രയും സന്തോഷവാനായിരുന്നിട്ടില്ല എന്ന് ഒരിക്കൽ ഒരാൾ പറയുകയുണ്ടായി. വമ്പിച്ച ഒരു തുക ശമ്പളം കിട്ടിക്കൊണ്ടിരുന്ന ആ മനുഷ്യൻ ഉന്നതമായ ജോലി രാജിവെച്ച ശേഷം മുമ്പുണ്ടായിരുന്ന ശമ്പളത്തിൻ്റെ 4/1 മാത്രം കിട്ടുന്ന ഒരു ജോലി സ്വീകരിച്ച പുതിയ സാഹചര്യത്തിലാണ് ഇപ്രകാരം പറഞ്ഞത്. അതിൻ്റെ രഹസ്യവും അദ്ദേഹം വെളിപ്പെടുത്തി. താൻ ദൈവത്തെ കണ്ടെത്തിയിരിക്കുന്നു എന്നതായിരുന്നു അത്. ഓർക്കണമേ, എല്ലാം ഈശ്വരനിൽ നിന്ന് ഈശ്വരനിലൂടെ ഈശ്വരനിലേക്ക്. 71 സങ്കീർത്തനം 7-ാം വാക്യം. ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു, നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.